ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നല്ല കാറ്റടിക്കണ്ടല്ലേ ഇവിടെ അല്ലേ? സന്തോഷമുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങളെടുത്ത്? നമ്മുടെ ലൈഫ് ഇപ്പൊ നല്ല റാഹത്തായിട്ടല്ലേ പോണത് അല്ലേ? ഞാൻ അങ്ങോട്ട് അങ്ങനെ തന്നെ ആവട്ടെ കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാല് നിങ്ങൾ വേറെ കല്യാണത്തിനെ പറ്റി ചിന്തിക്കോ? അതായത് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതെ, തീർച്ചയായിട്ടും 100% ഞാൻ വേറെ കല്യാണം. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ ക്വസ്റ്റ്യൻ കേട്ടിട്ട്? അങ്ങനെ അതൊരു സാഹചര്യമാണ്, എന്തായാലും നമ്മൾ ചെയ്തേ പറ്റൂ. ആണിനെ അപേക്ഷിച്ച് പറഞ്ഞാല് ഒരു പെണ്ണില്ലാതെ ജീവിക്കാൻ, അതായത് ഭാര്യ ഇല്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. കേൾക്കാണ്ട് തിരിച്ച് നീ പെണ്ണാണല്ലോ, നീ എനിക്ക് നീ സംഭവിച്ചു നീ വേറെ കല്യാണം കഴിക്കോ? അല്ല, അതിനെപ്പറ്റി ഞാൻ പറയാട്ടോ. നിങ്ങൾ പറഞ്ഞൊരു വേർഡില്ലേ, ഒരാണിന് ഒരു പെണ്ണില്ലാതെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അത് സമ്മതിച്ചു തരാൻ നിങ്ങൾ ആണുങ്ങൾക്ക് കുറച്ച് കുറവുണ്ട് അല്ലെ? കുറച്ചത് പറഞ്ഞുതരാം. അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയാം. ചോദിച്ചപ്പോ അതിന് നല്ല ഫ്ലുവന്റ് ആയിട്ട് ആൻസർ പറഞ്ഞെന്ന്. ഒരാണിന് ഒരു ഭാര്യയായിട്ട് തന്നെ വേണമൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ. ചില ആൾക്കാർ പറയും എനിക്ക് ഉമ്മ ഉണ്ടല്ലോ, എനിക്ക് പെങ്ങന്മാരുണ്ടല്ലോ, എനിക്ക് മോളുണ്ടല്ലോ എന്നൊക്കെ പറയും അല്ലെ? ഒരു ഉമ്മക്ക് ഉമ്മന്റെ പ്രായം നോക്കണം. പെങ്ങന്മാരൊക്കെ കല്യാണം കഴിച്ച് അവരെ വീട്ടിൽ നിന്നൊന്നും വന്ന് നോക്കുന്നതിന് ലിമിറ്റ് ഉണ്ടാവും. പെമ്മക്കൾക്കും അതേപോലെ തന്നെയാണ് അല്ലെ? പാപ്പനോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല അത് അല്ലെ? ഇനി ആമക്കള് ഭാര്യമാരാണെങ്കിൽ ഒരാണല്ലേ ഒരു ഉപ്പ എന്ന് പറയുമ്പോൾ അങ്ങനെ നോക്കാനും അതും ഒരു എന്തായാലും ഒരു ലിമിറ്റ് ഉണ്ടാവും അല്ലേക്ക? അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഭർത്താവ് വേറെ കല്യാണം കഴിക്കണം തന്നെയാണ് കേട്ടോ. കാരണം എന്റെ മക്കളെ അല്ലെ, ഒരു മക്കളെ വെച്ചോണ്ട് വീട്ടിലെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും എല്ലാം നോക്കാൻ ഒരാണിന് കഴിയില്ല. പുറത്ത് നമ്മളെ ജോലി ഉണ്ടാവും അല്ലെ? എന്റെ അടുത്ത് ചോദിച്ച ചോദ്യത്തിനോട് ഉത്തരം ഞാൻ പറയട്ടെ. ഒരു പെണ്ണിനെ സംബന്ധിച്ചില്ലേക്ക, ഇപ്പൊ എന്റെ കാര്യം ഞാൻ പറയാം. ഞാൻ ഒരു 85% കല്യാണം കഴിക്കില്ല. കാരണം എനിക്ക് 2 ആൺകുട്ടികളാണ്. ഉണ്ട്, ഞാൻ അത് വരാം. 2 ആൺകുട്ടികളല്ലേ എനിക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ജോലിയുണ്ട് അല്ലെ? അപ്പം ഒരു കല്യാണത്തിനെ പറ്റി എനിക്ക് ചിലപ്പോ ചിന്ത വരില്ല അല്ലെ? എനിക്കെല്ലാം ചെയ്യാൻ കഴിയുന്ന എന്റെ മനസ്സ് എനിക്ക് അങ്ങനെയാണ് തോന്നണത്. പക്ഷെ ഈ ബാക്കി 15% എന്റെ വീട്ടുകാർക്ക് ഉള്ളതാണ് അല്ലെ? അവർക്ക് എന്നിലൊരു പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ചിലപ്പോ നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരും 15% കേട്ടോ. പക്ഷെ ഞാനങ്ങനെ നിന്നില്ലെങ്കിലും എന്റെ കാര്യങ്ങൾ നോക്കാന് എല്ലാവർക്കും കഴിയുക. ഒരു പെണ്ണിന്റെ കാര്യങ്ങൾ നോക്കാനും മക്കളാണെങ്കിലും അവരെ നോക്കും, മരുമക്കളാണെങ്കിലും നോക്കും, ഉമ്മക്കാണെങ്കിലും ബാക്കിയുള്ളവർക്ക് ആർക്കാണെങ്കിലും ഒന്ന് നോക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു 50 വയസ്സൊക്കെ 60 വയസ്സൊക്കെ ആയിട്ടുള്ള ഒരു ഭാര്യ മരിച്ച ഒരു ഉപ്പനെ മക്കളാണെങ്കിലും എന്താ ആലോചിക്കാന്നറിയോ? ഒന്ന് കല്യാണം കഴിച്ചു കൊടുക്കാം. അത് അവരോട് ഇഷ്ടക്കുറവല്ല കേട്ടോ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു ഉമ്മ പലപ്പോഴും എല്ലാ വീട്ടിലും വിധവകൾ കൂടുതലുണ്ടാവും. അപ്പന്മാരൊക്കെ എപ്പോഴും നിറ ഭാര്യമാര് വരും. അതിന്റെ കാരണം ഇതാണ് കേട്ടോ. അപ്പം ഈ ഒരു മെസ്സേജ് നല്ല രീതിയിൽ എടുക്കുക, നല്ലൊരു മെസ്സേജ് എടുക്കുക അല്ലെ? എന്തായാലും ഞാൻ അങ്ങനെ നിങ്ങളെ വിട്ട് പോകുന്ന കരുതണ്ട. ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. വയസ്സും തെറ്റല്ലേ.